ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്നേഹത്തിന്റെ ശക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 38 അധ്യായം 17 വാക്യം. എന്നാൽ നീ എന്റെ ആത്മാവിനെ ദുഷ്ടതയുടെ കുഴിയിൽ നിന്നും സ്നേഹപൂർവ്വം വിടുവിച്ചു. ഒരു പ്രത്യേക പട്ടണത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. അവൾ അഹങ്കാരത്തിനും സ്വച്ഛാധിപത്യത്തിനും പ്രകോപനത്തിനും കോപത്തിനും പേര് കേട്ടവളായിരുന്നു. അവളുടെ പരുഷ സ്വഭാവം കാരണം ഗ്രാമത്തിലെ ആരും അവളുമായി സഹവസിക്കാൻ ആഗ്രഹിച്ചില്ല. അവൾക്ക് സുഹൃത്തുക്കളില്ലായിരുന്നു. പട്ടണത്തിൽ എല്ലാം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ച അവൾ ഏകാന്തവും ഒറ്റപ്പെട്ടതുമായ ജീവിതം നയിച്ചു. ആ പട്ടണത്തിലേക്ക് സ്നേഹനിധിയായ ഒരു പാസ്റ്ററെ പുതുതായി നിയമിച്ചു. ഈ സ്ത്രീ ഒരു ഭാരമായി തോന്നിയതിനാൽ അവൻ അവളെ കാണാൻ പോയി. എന്നിരുന്നാലും അവൾ അവനെ സ്വാഗതം ചെയ്യുകയോ അവളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല. എന്നിട്ടും അവൻ തളർന്നില്ല. അദ്ദേഹം സന്ദർശിക്കുമ്പോഴെല്ലാം അദ്ദേഹം പഴങ്ങളും ലളിതമായ സമ്മാനങ്ങളും കൊണ്ടുവന്നു. സ്നേഹത്തിലൂടെ അവളെ നേടാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നിട്ടും അവൾ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ആദ്യം അവർ ഇങ്ങനെ സ്നേഹം കാണിച്ചു വരുന്നു, പിന്നീട് അവർ നിങ്ങളെ വഞ്ചിക്കും, അവൾ അകലം പാലിച്ചുകൊണ്ട് പറയും. എന്നിട്ടും പാസ്റ്റർക്ക് മനസ്സ് നഷ്ടപ്പെട്ടില്ല. അവൻ അതിലും അധികം വലിയ സ്നേഹം കാണിച്ചു. അവളിൽ നല്ല ഗുണങ്ങൾ അവൻ അന്വേഷിച്ചു, അവയെ ആത്മാർത്ഥമായി വിലമതിച്ചു. അവളുടെ വീടിന്റെ വൃത്തിയും ശുദ്ധീകരണത്തെയും അവൻ പ്രശംസിച്ചു. അവളുടെ പൂന്തോട്ടത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഈ പാസ്റ്ററിന് യഥാർത്ഥവും ദിവ്യവുമായ സ്നേഹമുണ്ടെന്ന് ആ വൃദ്ധ സ്ത്രീ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ കാരുണ്യത്തെ സ്പർശിക്കപ്പെട്ട അവൾ അദ്ദേഹത്തിന്റെ സഭ സന്ദർശിച്ചു. അവിടെ അവളുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി എല്ലാവരും അവളോട് ഊഷ്മളതയും വാത്സല്യവും കാണിച്ചു. അവളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനമുണ്ടായി. അവളും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി. സ്നേഹം ഒരു ദിവ്യമായ മൃദുലമായ മൂളയാണ്. അത് സ്വർഗത്തിന്റെ സുഗന്ധം പരത്തുന്ന ഒരു പുഷ്പമാണ്. ആത്മാവിന്റെ 9 ഫലങ്ങളിൽ സ്നേഹമാണ് ഏറ്റവും മധുരമുള്ള ഫലം. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. നാം അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവൻ നമ്മെ സ്നേഹിക്കുകയും നമ്മെ അന്വേഷിച്ചു വരികയും ചെയ്തു. മറ്റു മതങ്ങളിൽ മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവികത തേടി ക്ഷേത്രങ്ങളിലൂടെയും പുണ്യസ്ഥലങ്ങളിലൂടെയും അലഞ്ഞു നടക്കുന്നു. എന്നാൽ ക്രിസ്തു മതത്തിൽ മാത്രം ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു. നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് രക്ഷിക്കാൻ അവൻ വന്നു. നഷ്ടപ്പെട്ട ആടിനെ അവൻ കണ്ടെത്തി. ഈ സ്നേഹപൂർണമായി മനസ്സിലാക്കാത്ത പത്രോസ് യഹൂദന്മാരെയും പട്ടാളക്കാരെയും ഭയന്ന് യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ, എന്നാൽ കർത്താവിന് അവനോടുള്ള സ്നേഹം കുറഞ്ഞില്ല. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ആ സ്നേഹനിർഭരമായ നോട്ടം അവനെ ഉണർത്തി. ഇത്രയും സ്നേഹവാനായ ഒരു കർത്താവിനെ താൻ തള്ളി പറഞ്ഞത് മനസ്സിലാക്കിയവൻ പത്രോസ് ഹൃദയത്തിൽ കുറ്റബോധം തോന്നി. അവൻ അതിദുഃഖത്തോടെ കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ പുനഃസ്ഥാപിപ്പിക്കുകയും വീണ്ടും ഒരു ശിഷ്യനെ സ്ഥാപിക്കുകയും ചെയ്തത് യേശുവിന്റെ ഉന്നതമായ സ്നേഹമല്ലേ? ആ സ്നേഹത്തിൽ നമുക്കും പങ്കുചേരാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം 1 യോഹന്നാൻ 3 അധ്യായം 18 വാക്യം. എന്റെ കുഞ്ഞുങ്ങളെ, നാം വാക്കിലോ നാവിലോ അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 20, 21, 22 അധ്യായങ്ങൾ. വൈകുന്നേരം മർക്കോസ് 13 അധ്യായം 21 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.